ഇപ്പൊ ധാരാളം നേഴ്സുമാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇനി യു കെയിലോട്ട് വന്നിട്ട് കാര്യമുണ്ടോ? യു കെയിൽ വന്നാൽ ജോലി ലഭിക്കുമോ? യു കെയിൽ വന്ന് രജിസ്ട്രേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കുമോ? യു കെയിലെ പുതിയ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? ഫ്രീ റിക്രൂട്ട്മെന്റ് ഇനി ഉണ്ടാകുമോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സ്വരൂപാണ്. NHS നേഴ്സാണ് സ്വരൂപ്. എങ്ങനെയുണ്ട് പുതിയ സാഹചര്യങ്ങളൊക്കെ? നിങ്ങളുടെ ഹോസ്പിറ്റൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും NHS ഇപ്പോഴും വേക്കൻസീസ് നിലവിലുണ്ട്. ട്രാക്ക് ജോബ്സിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം വേക്കൻസീസ് ഓരോരോ NHS ട്രസ്റ്റിലും ഉണ്ടെന്ന്. ട്രാക്ക് ജോബ്സ് വഴി അപ്ലൈ ചെയ്താലാണ് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ടുള്ള, അതായത് പിൻ നമ്പർ ഹോൾഡർ ആയിട്ടുള്ള ഒരു നേഴ്സിന് ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. പലപ്പോഴും അപ്ലൈ ചെയ്തിട്ട് നേഴ്സുമാർക്ക് കിട്ടുന്നില്ല, റിജക്റ്റ് ആയി എന്ന് പറയാറുണ്ട് പലരും. എന്നാൽ ചിലർക്ക് കിട്ടുന്നുമുണ്ട്. അതിന് കാരണം എന്താണ്? നമ്മളിൽ പലർക്കും അറിയില്ല എങ്ങനെയാണ് സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ കൊടുക്കേണ്ടതെന്ന്. ബേസിക്കലി സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഡിസൈൻ ചെയ്യേണ്ടത് നമുക്ക് ആ ജോലിയുടെ അനുബന്ധമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും, ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അത് എങ്ങനെയാണ് ശരിക്കും തയ്യാറാക്കേണ്ടത് നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായിട്ടും സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ആണ് നമ്മളൊരു ജോബ് വാക്കൻസി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം. ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻസ് ആയിരിക്കും NHS വരിക. ആ സമയത്ത് അവർ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ AI ടെക്നോളജി ആയിരിക്കാം, അല്ലെങ്കിൽ മാനുവൽ ആയിട്ടുള്ള പല സംവിധാനങ്ങളാണെങ്കിലും അതിന് ഉള്ളിലുള്ള കീവേഡ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ജോബ് വാക്കൻസിക്ക് അനുബന്ധമായിട്ടുള്ള ഒരു ജോബ് ഡിസ്ക്രിപ്ഷനും കൂടി അതിനുള്ളിൽ തന്നിട്ടുണ്ടാവും. ആ ജോബ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ജോബ് ഡിസ്ക്രിപ്ഷൻ ഡൗൺലോഡ് ചെയ്ത് എടുത്തതിന് ശേഷം അതിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന എസെൻഷ്യൽ ക്രൈറ്റീരിയാസ് വെച്ച് വേണം നമ്മൾ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഡിസൈൻ ചെയ്യാൻ. സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ വളരെ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്താൽ, അല്ലെങ്കിൽ അതിൽ എലാബറേറ്റ് ആയിട്ട് എഴുതിയാൽ മാത്രം ആണ് ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുള്ളൂ. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് കിട്ടിക്കഴിയുമ്പോൾ ട്രാക്ക് ജോബ്സ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്ലൈ അയക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് റിസീവ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാം, ഇന്റർവ്യൂ സ്ലോട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള നമുക്കൊരു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ വഴി നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇപ്പൊ യു കെയിൽ ഒരു നഴ്സിംഗ് ജോലി ലഭിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്? നിലവിലെ നമുക്ക് ഇപ്പോഴും NHS വേക്കൻസീസ് ഉണ്ട്. നിലവിലുള്ള നഴ്സുമാർക്ക് ഒരു ട്രസ്റ്റിൽ നിന്ന് വേറൊരു ട്രസ്റ്റിലേക്ക് മാറിപ്പോകുന്നതിനും, അതുപോലെ തന്നെ UK പുറത്തുള്ള നഴ്സുമാർക്കും പിൻ നമ്പർ ഹോൾഡർ ആയിട്ടുള്ള നഴ്സുമാരാണെന്ന് കരുതുക, അവർക്കും NHS ഈ ജോലിയിലേക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ. ധാരാളം പേര് ഇപ്പൊ യു കെയിലേക്ക് ഫ്രീ റിക്രൂട്ട്മെന്റ് വഴി വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചെയ്യേണ്ടത്? അതോടൊപ്പം തന്നെ MSc ചെയ്യുന്നതിനെ കുറിച്ച് പലരും സംസാരിക്കാറുണ്ട്. അതും നല്ലൊരു ഓപ്ഷനാണ്. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്താണ് സ്വരൂപ് പറയാനുള്ളത്? ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. നാട്ടിലെ IELTS അല്ലെങ്കിൽ OET എക്സാം കഴിഞ്ഞ് ക്ലിയർ ആയി 2 വർഷം ആകാറായി, എക്സ്പയർ ആയി നിൽക്കുന്ന, എന്ത് ചെയ്യണമെന്ന് അറിയാതെ UK വരാൻ വേണ്ടി ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കുള്ള ഒരു ഓപ്ഷനാണ് സെൽഫ് സ്പോൺസേർഡ് OSCE പ്രോഗ്രാം. അഥവാ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വന്തം ചെലവിൽ UK വന്ന് OSCE പ്രോഗ്രാം ചെയ്ത് അവർക്കൊരു പിൻ നമ്പർ കിട്ടി അവർക്ക് ജോലിയിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇപ്പൊ യു കെയിലോട്ട് വരുന്ന നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ഒരു OSCE പ്രോഗ്രാമിന് വേണ്ടി പലപ്പോഴും പലരും ആവശ്യപ്പെടാറുള്ളത്. ഇപ്പൊ സ്വരൂപിന്റെ OSCE സെന്ററിൽ എത്ര ക്യാഷ് ആകും നമ്മളിവിടെ വന്ന് ഒരു OSCE അറ്റൻഡ് ചെയ്ത് രജിസ്ട്രേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എത്ര ക്യാഷ് ആകും? ശരി, ബേസിക്കലി ഇപ്പോൾ ഒരു നേഴ്സ് സെൽഫ് സ്പോൺസേർഡ് പ്രോഗ്രാം വഴി UK വന്നു കഴിഞ്ഞാൽ അവർക്ക് UK കിട്ടുന്ന ഒരു മാസത്തെ ശമ്പളത്തിന്റെ താഴെ മാത്രമാണ് ചിലവാവുക. അവർക്ക് OSCE പ്രോഗ്രാം കംപ്ലീറ്റ്ലി ചെയ്തൊരു പിൻ നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് പല ഏജൻസീസും പലതരത്തിലുള്ള പേയ്മെന്റ് മേടിക്കുന്നുണ്ട്. എന്നാലും ലിറ്ററലി പറയാമെങ്കിൽ വളരെ ചെറിയ ഒരു മാസത്തിലെ അവരുടെ സാലറി മാത്രമായിരിക്കും ഒരു ചിലവായിട്ട് വരിക. പിന്നെ അതിനോടനുബന്ധമായിട്ട് തന്നെ അവർക്ക് പിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് NHS കെയർ ഹോംസിലേക്കോ വേക്കൻസി എവിടെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് സാധാരണ ഒരു രജിസ്റ്റേർഡ് നേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള രീതിയിൽ അവർക്ക് അപ്ലൈ ചെയ്യാനും, അവരുടെ ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ അവർക്ക് ഇന്റർവ്യൂ കൊടുക്കാനും, ഇന്റർവ്യൂവിൽ വേണ്ട രീതിയിൽ പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പ് കിട്ടാനും വന്ന് ജോലി ചെയ്യാനുമുള്ള ഒരു സംവിധാനമാണ് UK ഇപ്പം നിലവിലുള്ളത്. IELTS അല്ലെങ്കിൽ OET പാസ്സായി കഴിയുന്ന നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഓപ്ഷനിൽ വരികയാണോ, അതോ മറ്റൊരു ഫ്രീ റിക്രൂട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണോ ഇപ്പോൾ നല്ലത്? നിലവിലത്തെ സാഹചര്യത്തിൽ റിക്രൂട്ട്മെന്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിൽ വരുന്ന 2 വർഷമായിരിക്കണം IELTS അല്ലെങ്കിൽ OET വാലിഡിറ്റി ഉള്ളത്. IELTS അല്ലെങ്കിൽ OET വാലിഡിറ്റി കഴിയുന്നതിന് മുന്നേ അതൊരു പിൻ നമ്പറായിട്ടോ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ രാജ്യത്തിലേക്ക് ജോലി ചെയ്യാനുള്ള ഒരു സംവിധാനത്തിലേക്കോ മാറ്റുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ഒരു രീതി. നമുക്ക് ഇനി എപ്പോഴായിരിക്കും NHS ഒരു ഫ്രീ റിക്രൂട്ട്മെന്റ് ഉണ്ടാവുക എന്നൊരിക്കലും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്നാലും കുറച്ച് പ്രൊആക്റ്റീവായിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഒരു സെൽഫ് സ്പോൺസേർഡ് പ്രോഗ്രാം വഴി അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു OSCE കംപ്ലീറ്റ് ചെയ്യാനും UK രജിസ്റ്റേർഡ് നേഴ്സായിട്ട് മാറാനും ഉള്ള ഒരു സംവിധാനമുണ്ട്. അതുവഴി അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നതനുസരിച്ച് ഇന്റർവ്യൂ കൊടുത്ത് അവർക്ക് UK ജോലി കിട്ടി മാറി വരാനും ഉള്ളൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ സെൽഫ് സ്പോൺസേർഡ് പ്രോഗ്രാം വഴി OSCE ചെയ്ത പല ആൾക്കാരും UK പല ഭാഗങ്ങളിലും ജോലിക്ക് കയറിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ OET അല്ലെങ്കിൽ IELTS എക്സ്പയർ ആകുന്നതിന് മുന്നേ പ്രൊആക്റ്റീവായിട്ട് നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ചുവടുവെപ്പ് നടത്തുന്നതാണ്
എന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു. ഇപ്പൊ റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ടോ? ഇപ്പൊ ലോക്കൽ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ സാഹചര്യം എങ്ങനെയാണ് NHSനെ സംബന്ധിച്ചിടത്തോളം? നിലവിൽ NHS വേക്കൻസീസ് ഇപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്റേണലി ഉണ്ട്. അതായത് UK തന്നെ ഉള്ള നഴ്സുമാരുടെ സംവിധാനത്തിലാണ് ഇപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പല നഴ്സുമാരും ഓസ്ട്രേലിയ തുടങ്ങിയ പല രാജ്യങ്ങൾക്കും മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നത്. പൊതുവില് ഒരുപാട് നഴ്സുമാർ അത്തരം ഓപ്പർച്യൂണിറ്റി മിനിമം ഒരു 10-30,000 നഴ്സുമാരെങ്കിലും UK വിട്ട് പോകാനുള്ള, അതായത് ഒരു ഇക്കണോമിക് മൈഗ്രൻസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നഴ്സുമാരും അതുപോലെ തന്നെ. അപ്പൊ അവർ വിട്ടു പോകാനുള്ള സാഹചര്യം നിലവിൽ UK ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പല ഓപ്ഷൻസും അവർക്ക് നോക്കേണ്ടി വരും. മാത്രമല്ല റീസെന്റ് സ്റ്റഡീസ് പറയുന്നതെന്ന് പറഞ്ഞാൽ നഴ്സിംഗ് പഠിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അത് ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങിന്റെ കുറവുകൊണ്ടാണോ മറ്റ് പ്രവർത്തനങ്ങളുടെ കുറവുകൊണ്ടാണോ എന്തുകൊണ്ടായാലും UK നഴ്സിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം കുറഞ്ഞു വരുവാണ്. അപ്പൊ മുന്നോട്ടുള്ള വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിന് പല രീതിയിലുള്ള ഓപ്ഷൻസ് നോക്കേണ്ടി വരും. ഇനി ഒരു പക്ഷേ വിദേശ റിക്രൂട്ട്മെന്റ് പുനഃസ്ഥാപിക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായേക്കാം. അത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഗവൺമെന്റ് ഡിസിഷൻ ആണത്. നമുക്ക് എങ്ങനെയാണെന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്നിരുന്നാലും മുന്നോട്ട് UK NHS വേക്കൻസി ഉണ്ടാവുക തന്നെ ചെയ്യും. അത് കൃത്യമായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നഴ്സുമാർക്ക് അത് കരസ്ഥമാക്കാനുള്ള സാഹചര്യവും UK നിലവിലുണ്ട്. കഴിഞ്ഞ ഇലക്ഷനിൽ മത്സരിച്ച വ്യക്തി കൂടിയാണ് സ്വരൂപ്. ഈ ഒരു പൊളിറ്റിക്കൽ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനെ നോക്കി കാണുന്നത്? ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ ഒരു പാനിക് സിറ്റുവേഷൻ ആണ് UK NHS ആയാലും കെയർ ഹോം സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത്. അതിനോടനുബന്ധമായിട്ട് കഴിഞ്ഞ ആഴ്ച എം പി ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. അവരുടെ നമ്മുടെ കൺസേൺസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. അതിൽ നമ്മുടെ കൺസേൺസും NHS സ്റ്റാഫിന്റെയും കെയർ സ്റ്റാഫിന്റെയും എല്ലാവരുടെയും കൺസേൺസ് ഓൾറെഡി MPയുടെ അടുത്ത് അഡ്രസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ MP ഉറപ്പ് തന്നിട്ടുള്ളത് വരുന്ന പാർലമെന്റിൽ ഇത്തരം കാര്യങ്ങൾ ഉറപ്പായിട്ടും അഡ്രസ്സ് ചെയ്യും. 2-3 കാര്യങ്ങളാണ്. നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും നമ്മുടെ NHSന്റെ നെടുന്തൂണാണ്. നഴ്സുമാർ കൂട്ടത്തോടെ പല രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോയാൽ തിരക്ക് പിടിച്ചൊരു സമയത്ത് ബുദ്ധിമുട്ടിലേക്ക് പോവാം. തീർച്ചയായിട്ടും NHS സ്റ്റാഫിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നൊരു നിവേദനമാണ് നമ്മൾ ആ ഒരു സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കെയർ സെക്ടറിൽ വർക്ക് ചെയ്തിട്ടുള്ള സ്കിൽഡ് വർക്കേഴ്സിനെയും നഴ്സുമാരടങ്ങിയ ഈ ഒരു സംവിധാനത്തിനെ പ്രൊട്ടക്ട് ചെയ്താൽ മാത്രമാണ് മുന്നോട്ടുള്ള ഒരു നിലനിൽപ്പും. MP ഉറപ്പ് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഉറപ്പായിട്ടും ഈ ഒരു കാര്യം ഡിസ്കഷനിൽ വെക്കാനും നിലവിലുള്ള നഴ്സുമാർക്കും അതുപോലെ തന്നെ കെയർമാർക്കും ഈ വരുന്ന 5 വർഷത്തേക്ക് ഉള്ള ഒരു പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താനുള്ള സംവിധാനം എത്രത്തോളമാണ് എന്ന് ചർച്ച ചെയ്യാമെന്നുള്ളതും, അതുമാത്രമല്ല ചർച്ചയുടെ റിപ്പോർട്ടും റിപ്ലൈ എന്താണെന്ന് പറയാം എന്നും നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇമെയിൽ ത്രൂ ആയിരിക്കും കമ്മ്യൂണിക്കേഷൻ വരിക. പ്രോപ്പർ ആയിട്ടുള്ള ഇമെയിൽ റെസ്പോണ്ട് കിട്ടിയതിന് ശേഷം ഉറപ്പായിട്ടും പ്രേക്ഷകർക്ക് എന്താണെന്നുള്ളതിന്റെ ഇൻഫർമേഷൻ നമ്മൾ ഈ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും പുതിയ അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് നിങ്ങളെ തീർച്ചയായിട്ടും അറിയിക്കാം. ഇപ്പൊ പലരും കരുതിയിരിക്കുന്നത് ഇനി UK വേക്കൻസികളില്ല, UK വരാനുള്ള സാഹചര്യങ്ങളില്ല. ഇങ്ങനെയൊക്കെയാണെങ്കിൽ UK ഇപ്പോഴും പല മേഖലകളിൽ ധാരാളം വേക്കൻസികളുണ്ട്. നഴ്സുമാരുടെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് സ്കിൽഡ് പ്രൊഫഷണൽസിന്റെ കാര്യത്തിലും ധാരാളം അവസരങ്ങൾ തന്നെയാണ് UK പല പ്രദേശങ്ങളിലും ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ UK വന്നിട്ടുള്ള ഡിപ്പെൻഡൻസ് ഉൾപ്പെടെയുള്ളവർക്ക് ജോലി ലഭിക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടായ കാര്യങ്ങളല്ല. എന്നാൽ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റിൽ വലിയ കുറവ് വരുത്താൻ തന്നെയാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും സ്കിൽഡ് മൈഗ്രേഷനിൽ കൂടുതൽ ക്രൈറ്റീരിയകൾ കൊണ്ടുവരുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ആ സാഹചര്യത്തിൽ മൈഗ്രേഷൻ കൂടുതൽ ഫിൽട്ടർ ചെയ്തുകൊണ്ട് ക്വാളിറ്റി മൈഗ്രേഷന് പ്രാധാന്യം നൽകുക എന്ന നിലയിലോട്ട് തന്നെയാണ് ഗവൺമെന്റ് ഇപ്പോൾ നീങ്ങുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇനി കൂടുതൽ കർശനമായ വിസ നിയമങ്ങൾ UK നടപ്പാക്കുമെന്ന സൂചന ലേറ്റസ്റ്റ് ആയി ഗവൺമെന്റ് നൽകിയിരിക്കുന്നതും അതിന്റെ ഫൈനൽ പേപ്പർ ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യുമെന്ന സൂചനകൾ ഇപ്പോൾ പ്രധാനമന്ത്രി സർക്കാർ സ്റ്റാമർ നൽകിയിരിക്കുന്നതും ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിൽ ഗവൺമെന്റ് നൽകിയിരിക്കുന്ന പോയിന്റുകളിലെല്ലാം തന്നെ ആവശ്യമായ ഡിസ്കഷൻസ് വരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ആ നിയമങ്ങൾ രാജ്യത്ത് നിലവിൽ വരിക. ഇപ്പോൾ ഷോർട്ട് ഓഫ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടോ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ? തീർച്ചയായിട്ടും NHS ഹോസ്പിറ്റല് ഫുള്ളാണ്. അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇപ്പോഴും കംപ്ലീറ്റ്ലി ഫുള്ളാണ്. ഏജൻസി സ്റ്റാഫിന് വരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് പല NHSകൾക്കും ഉള്ളത്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ടൈംസ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആയാലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് പല ട്രസ്റ്റുകളും ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സ്റ്റാഫിന്റെ ഈ പറഞ്ഞ പേഷ്യൻസിന് കൂടുതലായത് കാരണം. അപ്പോൾ തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് വേക്കൻസി ഉള്ളതെന്നും. അതിനനുസരിച്ച് നിങ്ങൾക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും റീലൊക്കേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇപ്പോൾ NHSലുള്ളത്. വർക്ക് അറ്റ്മോസ്ഫിയറിനെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി എല്ലാ വാർഡുകളും അതുപോലെ തന്നെ ANE ആയാലും തിരക്കുള്ള ഒരു സമയമാണ് ഇപ്പോൾ UK തീർച്ചയായിട്ടും ഒരു തിരക്കുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് UK ഇപ്പോഴുള്ളത്. അതേസമയം തന്നെ കൂടുതൽ പേര് ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇനി കെയർ അസിസ്റ്റന്റുമാരായിട്ട് UK വരാൻ കഴിയുമോ എന്നുള്ളത്. അത്തരം ഓപ്ഷനുകൾക്ക് തീരെ സാധ്യതയില്ലാത്ത സമയമാണ് ഇപ്പോൾ UK ഉള്ളത്. ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് കെയർ അസിസ്റ്റന്റുമാരുടെ കാര്യത്തിൽ വേണ്ട എന്ന തീരുമാനത്തിലോട്ട് ഗവൺമെന്റ് എത്തുന്നു. അതുകൂടാതെ ഇപ്പോൾ വേക്കൻസികൾ ഉണ്ടെങ്കിൽ UK തന്നെ പ്രാധാന്യം നൽകി കൂടുതൽ പ്രിഫറൻസ് നൽകുന്ന സാഹചര്യത്തിലാണ് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് കെയർ അസിസ്റ്റന്റ് വിസയിൽ തീരെ ഇല്ലാതായിരിക്കുന്നതും. നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം OET IELTS പാസ്സായതിനു ശേഷം UK വരിക,
അതിനുശേഷം ഓസ്കി പാസ്സായി രജിസ്ട്രേഷൻ ലഭിക്കുകയാണെങ്കിൽ UK-യിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ നിരവധി ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, തീർച്ചയായിട്ടും ഞങ്ങൾ ആൻസർ ചെയ്യാം. അപ്പോൾ സ്വരൂപ് പ്രത്യേകം നന്ദി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.